രാഷ്ട്രീയത്തിലെ ആ മാധുര്യം, ആ വെണ്മ അത് മായുകയാണ്. വിട നൽകുകയാണ് തെന്നലയ്ക്ക് രാഷ്ട്രീയ കേരളം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കാര ചടങ്ങുകൾ തുടങ്ങാൻ പോകുന്നു. തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് രാഷ്ട്രീയ കേരളം. മുഖ്യമന്ത്രി അടക്കമുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. മുതിർന്ന നേതാവ് എ.കെ. ആന്റണി, മുൻ മുഖ്യമന്ത്രി എ.കെ. ആന്റണി അന്തിമോപചാരം അർപ്പിച്ചു. കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പി.സി. വിശ്വനാഥ്, കെ.പി.സി.സി ആസ്ഥാനമായ ഇന്ദിരാ ഭവനിലാണ് പൊതുദർശന ചടങ്ങുകൾ. അവിടുത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നേരത്തെ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ പൊതുദർശനത്തിന് നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത്, അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. സാധാരണ പ്രവർത്തകർ മുതൽ ഉന്നത നേതാക്കൾ വരെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന ഗാന്ധിയ സംഘടനകളുമായി ബന്ധപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. അതിനുശേഷമാണ് കെ.പി.സി.സി ആസ്ഥാനമായ മുൻ കെ.പി.സി.സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുൻ കെ.പി.സി.സി അധ്യക്ഷനായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായുണ്ട്. രാഹുൽ, രാഷ്ട്രീയ കേരളമാകെ എത്രത്തോളം വിശുദ്ധിയോടുകൂടി പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന നിറസാന്നിധ്യമാണ് ചരിത്രത്തിന്റെ ഭാഗമാകുന്നത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടല്ലേ ഇപ്പോൾ തെന്നലയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നത്? അങ്ങനെ തന്നെയാണ്. അതായത് ഇവിടെ എത്തുന്ന ഓരോ മനുഷ്യരും ഓർക്കുന്നത് ആ മാതൃകാപരമായ രാഷ്ട്രീയ ജീവിതത്തെയാണ്, ആ നിലപാടിൽ ഉറച്ച ത്യാഗ മനോഭാവത്തെ തന്നെയാണ് എടുത്തു പറയുന്നത്. ആ വാക്കുകളും പേറിയാണ് ഓരോ പ്രവർത്തകരും, നേതാക്കളാകട്ടെ സർക്കാരിൻ്റെ പ്രതിനിധികളാകട്ടെ, അവരെല്ലാവരും സ്വവസതിയിലും ഇപ്പോൾ കെ.പി.സി.സി ആസ്ഥാനത്തേക്കും എത്തിക്കൊണ്ടിരിക്കുന്നു. നിരവധി ആളുകളെ നമുക്ക് ഇവിടെ കാണാം. ഇവർ ഈ അവസാനമായി ആദരവ് അറിയിച്ച ശേഷവും ഇവിടെ കാത്തു നിൽക്കുകയാണ്. 10:30 മണിയോടുകൂടിയാണ് കെ.പി.സി.സി ആസ്ഥാനത്തേക്ക് ഭൗതിക ശരീരം, തെന്നല ബാലകൃഷ്ണപിള്ളയുടെ ഭൗതിക ശരീരം ഇവിടെ കെ.പി.സി.സി ആസ്ഥാനത്തേക്ക് എത്തിച്ചത്. സമയത്തിനുള്ളിൽ ഭൗതിക ശരീരം അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ആസ്ഥാനത്തേക്ക്, കിഴക്കേക്കോട്ടയിലെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. ഏതാണ്ട് 15 വർഷക്കാലത്തോളം സംഘടനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അമരത്ത് പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നാനാ തുറകളിൽ നിന്ന് ആളുകൾ എത്തുകയാണ്. സാംസ്കാരിക സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, അപ്പം അങ്ങനെ പ്രവർത്തിച്ച മേഖലയിലെല്ലാം, ഈ കടന്നുപോയ വഴികളിലെല്ലാം ആ സൗമ്യമായ ഇടപെടൽ കൊണ്ട് സുഹൃത്തുക്കളെ ഈ ആശയത്തിലേക്ക് കൊണ്ടെത്തിച്ച അനുഭാവികളെയൊക്കെ ഇവിടെ നമുക്ക് കാണാം. അവർ ആ ഓർമ്മകൾ തന്നെയാണ് പങ്കുവെക്കുന്നത്. കാരണം ഇവിടെ തെന്നല ബാലകൃഷ്ണപിള്ള എന്ന പേര് അത് രാഷ്ട്രീയ എതിരാളികളെ സംബന്ധിച്ച് രാഷ്ട്രീയ എതിരാളി എന്ന് വിശേഷിപ്പിക്കാൻ പോലും കഴിയാത്ത പേരായിരുന്നു. അദ്ദേഹം കോൺഗ്രസിനെ കേരളത്തിൽ 2 ഘട്ടങ്ങളിലായി കെ.പി.സി.സി അധ്യക്ഷ പദവിയിലിരുന്ന് നയിക്കുമ്പോഴും രാഷ്ട്രീയ എതിരാളി എന്ന് നേരിട്ട് സി.പി.എമ്മിലെയോ നേതാക്കൾ അദ്ദേഹത്തെ വിളിക്കാറില്ലായിരുന്നു. ബഹുമാനപൂർവ്വം ആദരപൂർവ്വമാണ് അദ്ദേഹത്തോടുള്ള സമീപനം. സമൂഹത്തിന്റെ എല്ലാ തുറകളിൽ നിന്നും രാഷ്ട്രീയ ഭേദമില്ലാതെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടു. മുൻ കെ.പി.സി.സി അധ്യക്ഷന്മാരായ വി.എം. സുധീരൻ, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിക്കുന്നത് കണ്ടു. അങ്ങനെ ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം അവിടെ സമ്മേളിക്കുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മകൾ, അദ്ദേഹത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നത് വ്യക്തമാകുന്നുമുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ എപ്പോഴാണ് എത്തിയത്? അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി എത്തിയത്. സർക്കാരിൻ്റെ പ്രതിനിധിയായി ആദ്യം സ്വവസതിയിൽ മന്ത്രി ജി ആർ എത്തിയിരുന്നു. ശേഷം വി ശിവൻകുട്ടിയാണ് കെ.പി.സി.സി ആസ്ഥാനത്തേക്ക് ആദ്യം എത്തിയത്. അല്പസമയം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. ശേഷം കെ.പി.സി.സി ആസ്ഥാനത്തിനുള്ളിൽ എ.കെ. ആന്റണി ഉൾപ്പെടെ മുതിർന്ന നേതാക്കളെ, വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അല്പസമയം ചർച്ച നടത്തിയ ശേഷമാണ്, സംസാരിച്ച ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മടങ്ങിയത്. എന്തായാലും ഇത് സൂചിപ്പിച്ചതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതിയോഗി എന്ന് പോലും വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ആ മനുഷ്യനെ അവസാനമായി കാണാനാണ് ഇവരെല്ലാവരും എത്തുന്നത്. ശരി, സാധാരണ പ്രവർത്തകർ മുതൽ മുതിർന്ന ഉന്നത നേതാക്കൾ വരെ തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് നേരത്തെ എത്തുന്നത് നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ.പി.സി.സി ആസ്ഥാനമായി അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രമായിരുന്ന തിരുവനന്തപുരത്തെ ഇന്ദിരാ ഭവനിലേക്ക് എത്തുന്നത്. ഇനി സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം